നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് 2026-ലാണ്. ഈ 2026-ൽ ലോകം ടെക്നോളജിപരമായി വൻ കുതിച്ചുകയറ്റം നടത്തുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ യുദ്ധങ്ങൾ ഇപ്പോൾ നടക്കുന്നത് അതിർത്തികളിലല്ല, മറിച്ച് നിശബ്ദമായ ആഴക്കടലിൻ്റെ അടിത്തട്ടിലാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണമെന്ന്. അതിലേക്ക് വരുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒരു ചെറിയ കേബിൾ മുറിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ മുഴുവൻ തകർന്നടിയാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതാണ് സത്യം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കേബിളിനെ ലോകത്തിൻ്റെ രക്തധമനി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ലോകത്തിൻ്റെ രക്തധമനി എന്ന് പറയുന്ന കേബിളിൻ്റെ യഥാർത്ഥ പേരാണ് സബ്മറൈൻ കേബിൾ എന്നത്. ഈ ഒരു കേബിളുകൾ ഇന്ന് വെറും വിവര കൈമാറ്റത്തിന് മാത്രമുള്ള ഉപാധി മാത്രമല്ല ഇത്, മറിച്ച് ആഗോളശക്തികൾ തമ്മിലുള്ള പോരാട്ട ഭൂമി കൂടിയാണിത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, യുദ്ധങ്ങൾ നടക്കുന്നത് അതിർത്തികളിലല്ല, മറിച്ച് ആഴക്കടലിൻ്റെ അടിത്തട്ടിലാണ് എന്നത്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് എന്നാൽ സാറ്റലൈറ്റ് ആണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ആ ഒരു തെറ്റിദ്ധാരണ തിരുത്തിക്കൊണ്ട് കടലിനടിയിലെ ഈ നിഗൂഢ ലോകത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് പൂർണ്ണമായി അറിയണമെങ്കിൽ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനലിൽ നിങ്ങൾ പുതിയതാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് നിതിൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വേൾഡ് പേജസ്. നമ്മുടെ ലോകം ഇപ്പോൾ പോകുന്നത് ഇൻ്റർനെറ്റ് ഇല്ലാതെ ഒക്കില്ല എന്നൊരവസ്ഥയിലാണ്. എന്നാൽ 99% ഇൻ്റർനെറ്റും ഇരിക്കുന്നത് നമ്മളുടെ കാൽക്കീഴിലെ സമുദ്രത്തിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതാണ് സത്യാവസ്ഥ. അതുകൊണ്ടാണ് സ്പേസ് എക്സും സ്റ്റാർലിങ്കും വന്നിട്ടും നമ്മൾ ഇന്നും കേബിളുകളെ ആശ്രയിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, വേഗതയാണ്. സാറ്റലൈറ്റുകൾക്ക് നൽകാൻ കഴിയാത്ത സീറോ ലേറ്റൻസി നൽകാൻ ഈ കേബിളുകൾക്ക് മാത്രമേ കഴിയൂ. അതുപോലെ തന്നെ ഇന്ന് ലോകത്താകെ 1.4 ദശലക്ഷം കിലോമീറ്റർ നീളമുള്ള 550-ലധികം കേബിൾ ബ്രാഞ്ചുകളുണ്ട്. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്, ഈ സാങ്കേതിക വിദ്യയുടെ വേരുകൾ തേടി നമ്മൾ പോകുന്നത് 150 വർഷം മുന്നത്തെ ഒരു ചരിത്രത്തിലേക്കാണ്. 1850-കളിൽ ഒരു സന്ദേശം കടൽ കടക്കാൻ മാസങ്ങൾ എടുക്കുമായിരുന്നു. അവിടെയാണ് സാമുവൽ മോസും സംഘവും ഒരു ഭ്രാന്തൻ ആശയവുമായി വരുന്നത്. ആ ആശയം എന്നതൊരു വിചിത്രമായിരുന്നു. കടലിനടിയിലൂടെ ഒരു ചെമ്പ് കമ്പി വിരിക്കുക എന്നതായിരുന്നു ആ ആശയം. ആ ആശയം കേട്ടപ്പോൾ ചുറ്റുമുള്ളവർ സാമുവലിനെ അത്ഭുതത്തോടെ നോക്കുകയായിരുന്നു. അന്ന് പ്ലാസ്റ്റിക്കോ ആധുനിക കവചങ്ങളോ ഇല്ലായിരുന്നു. ഘട്ടാപ്പർച്ച എന്ന മരക്കറ കൊണ്ടാണ് ആദ്യത്തെ കേബിൾ നിർമ്മിച്ചത്. വിക്ടോറിയ രാജ്ഞി അമേരിക്കൻ പ്രസിഡന്റിന് അയച്ച 98 വാക്കുകൾ കൈമാറാൻ അന്ന് 17 മണിക്കൂറാണ് എടുത്തത്. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. കടലിനടിയിലൂടെയുള്ള ആ ചെമ്പ് കമ്പി മർദ്ദവും ഉപ്പുവെള്ളവും കാരണം പെട്ടെന്ന് നശിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ആ പരാജയമാണ് ഇന്നത്തെ അത്യാധുനിക ഫൈബർ ഒപ്റ്റിക് കേബിളുകളുടെ ജനനത്തിന് കാരണമായത്. പഴയ ചെമ്പുകമ്പികളിൽ നിന്നു മാറി പ്രകാശത്തിൻ്റെ വേഗതയിൽ ഡേറ്റ കൈമാറുന്ന വിദ്യ മനുഷ്യൻ കണ്ടെത്തി. ആ ഒരു കണ്ടുപിടുത്തം ലോകത്തെ അത്ഭുതകരമായ ഒരു മാറ്റത്തിലേക്കാണ് ചെന്നെത്തിച്ചത്. നമുക്കിനി ആ കേബിളിൻ്റെ അത്ഭുതകരമായ ഘടനയിലേക്ക് പരിശോധിക്കാം. നമ്മൾ ഒരു കേബിൾ എടുത്ത് മുറിച്ചു നോക്കിയാൽ കാണുന്നത് വെറും ഗ്ലാസ് ആണ്. മുടിയേക്കാൾ കനം കുറഞ്ഞ ഗ്ലാസ് നാരുകളാണുള്ളത്. ഇതിലൂടെ വിവരങ്ങൾ വൈദ്യുതിയായി അല്ല, മറിച്ച് ലേസർ രശ്മികളാണ് സഞ്ചരിക്കുന്നത്. ഇതിനു പുറമെ 8000 മീറ്റർ താഴെയുള്ള മർദ്ദത്തെ അതിജീവിക്കാൻ ഈ ഗ്ലാസിനെ 8 പാളികൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. 8 പാളികൾ എന്നത് പെട്രോളിയം ജെല്ലി, കോപ്പർ ട്യൂബ്, സ്റ്റീൽ വയറുകൾ, പോളിത്തീൻ എന്നിങ്ങനെ 8 പാളികൾ. അതുകൂടാതെ ഈ പടുകൂറ്റൻ കേബിളുകൾ നിർമ്മിച്ചാൽ മാത്രം പോരാ, അവ എങ്ങനെയാണ് സമുദ്രത്തിൻ്റെ നടുവിൽ കൃത്യമായി എത്തിക്കുന്നത്? അവിടെയാണ് നമ്മൾ ഭീമൻ കപ്പലുകളെ ആശ്രയിക്കുന്നത്. ഈ ഭീമൻ കപ്പലുകളെ വിളിക്കുന്ന പേരാണ് കേബിൾ ലൈനിങ് ഷിപ്പുകൾ. ഈ ഷിപ്പുകൾ വഴിയാണ് ആയിരക്കണക്കിന് ടൺ ഭാരമുള്ള കേബിളുകൾ കടലിൽ എത്തിക്കുന്നത്. ഈ കപ്പലുകൾക്കുള്ളിൽ കൂറ്റൻ ടാങ്കുകളിൽ കിലോമീറ്ററോളം നീളമുള്ള കേബിളുകൾ അടുക്കി വെച്ചിരിക്കുന്നു. പക്ഷേ കടലിൽ എവിടെ വേണമെങ്കിലും ഇവ വിരിക്കാൻ കഴിയില്ല. അതിനു മുമ്പ് ഒരു സർവേ ഗവൺമെൻറ് നടത്തും. ഈ പറയുന്ന സർവേയിൽ മെയിനായിട്ട് നോക്കുന്നത് കടലിനടിയിൽ വലിയ പർവ്വതങ്ങളും അഗ്നിപർവ്വതങ്ങളും ഉണ്ടോ എന്നാണ്. കടലിനടിയിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അത് കേബിളിനെ ബാധിക്കും. ആ കാരണത്തിന് പുറത്താണ് ഗവൺമെൻറ് ഒരു സർവേ തന്നെ നടത്തുന്നത്. ഈ സർവേ നടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സോളാർ ഉപയോഗിച്ച് കടൽത്തട്ട് മാപ്പ് ചെയ്യും. അങ്ങനെ മാപ്പ് ചെയ്ത ശേഷം ഏറ്റവും നിരപ്പായ വഴി കണ്ടെത്തുന്നു. അങ്ങനെ വഴി കണ്ടെത്തി കഴിഞ്ഞാൽ തീരത്തിനടുത്ത് കേബിളുകൾ സുരക്ഷിതമായി കടൽത്തട്ടിൽ 3 മീറ്റർ ആഴത്തിൽ കുഴിച്ചിടുന്നു. അങ്ങനെ കുഴിക്കാൻ വേണ്ടി ഒരു പ്രത്യേകതരം ഉപകരണം ഉപയോഗിച്ചാണ് ഇത് കുഴിക്കുന്നത്. ആ പടുകൂറ്റൻ യന്ത്രത്തെ പറയുന്ന പേരാണ് സീപ്ലൗ. സീപ്ലൗ എന്ന യന്ത്രം മണൽ ഉഴുതുമറിക്കുകയും
കേബിൾ അതിനുള്ളിൽ നിക്ഷേപിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കപ്പലുകൾക്കും നങ്കൂരങ്ങൾക്കും കേബിളുകൾ തടസ്സമാകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ആ സ്ഥിതി ടോട്ടലി മാറുന്നത് ആഴക്കടലിൽ എത്തുമ്പോഴാണ്. ആഴക്കടലിൽ എത്തുമ്പോൾ ഈ കുഴിയെടുക്കൽ ആവശ്യമില്ല. അവിടെ സാധാ രീതിയിൽ ഇട്ടു പോകുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അത്രയും ആഴത്തിലാണ് കേബിളുകൾ നിക്ഷേപിക്കുന്നത്. അവിടെ മറ്റൊരു വെല്ലുവിളിയാണ് ഉള്ളത്. ആ ഒരു വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ആഴക്കടലിൽ ദൂരം കൂടുമ്പോൾ പ്രകാശ സിഗ്നലുകളുടെ ശക്തി കുറയുന്നു. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഓരോ 100 കിലോമീറ്ററുകളിലും റിപ്പീറ്ററുകൾ ഘടിപ്പിക്കുന്നു. ഇവ സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അടുത്ത 100 കിലോമീറ്ററിലേക്ക് സിഗ്നലിനെ തള്ളുന്നു. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു സൈഡിലും സിഗ്നലിൻ്റെ വേഗത കുറയുന്നില്ല. ഇങ്ങനെ വിരിക്കപ്പെട്ട കേബിളുകൾ നേരിടുന്ന ഏറ്റവും വലിയ ശത്രുക്കൾ ആരാണെന്നറിയാമോ? അതറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ശത്രുക്കൾ എന്നത് വേറെ ആരുമല്ല, കടലിനടിയിലെ ഭൂകമ്പങ്ങളും സ്രാവുകളും ആണ്. കടലിനടിയിലുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ കേബിളുകളെ വലിച്ചു പൊട്ടിക്കുന്നു. കൂടാതെ സ്രാവുകൾ കേബിൾ കടിച്ചു മുറിക്കാൻ ശ്രമിക്കുന്നത് പണ്ട് പതിവായിരുന്നു. ഈ സ്രാവുകളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഇന്ന് ഷാർക്ക് പ്രൂഫ് സ്റ്റീൽ കവചങ്ങൾ കേബിളുകൾക്കുണ്ട്. പക്ഷേ സ്രാവുകളെക്കാളും ഏറ്റവും ഭീഷണി മറ്റൊന്നായിരുന്നു. അത് വേറെ ആരുമല്ല, മനുഷ്യർ തന്നെ. കേബിൾ തകരാറുകളിൽ 70% കപ്പലുകളുടെ നങ്കൂരങ്ങൾ മൂലമാണ്. അശ്രദ്ധയായി നങ്കൂരങ്ങൾ ഇടുമ്പോൾ അത് താഴെയുള്ള കേബിളിൽ ഉടക്കി അതിനെ വലിച്ചു പൊട്ടിക്കുന്നു. ഇങ്ങനെ ഒരു കേബിൾ പൊട്ടുന്ന അപകടം സംഭവിച്ചാൽ ലോകം എങ്ങനെ പ്രതികരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കേബിൾ മുറിഞ്ഞാൽ ഉടൻ തന്നെ റിപ്പയർ കപ്പലുകൾ പുറപ്പെടും. ആ കപ്പലുകൾ ലാൻഡ് സ്റ്റേഷനിൽ നിന്ന് പ്രകാശ സിഗ്നലുകൾ അയച്ച് മുറിഞ്ഞ ഭാഗം കൃത്യമായി കണ്ടെത്തുന്നു. തുടർന്ന് അവിടേക്ക് റോബോട്ടുകളെ അയക്കുന്നു. ഈ റോബോട്ടുകളെ പറയുന്ന പേരാണ് റിമോട്ട് ഓപ്പറേറ്റിംഗ് വെഹിക്കിൾ. മനുഷ്യർക്ക് ചെല്ലാൻ കഴിയാത്ത ആഴങ്ങളിലേക്ക് ഇവയാണ് ഇറങ്ങുന്നത്. ഈ റോബോട്ടുകൾ കേബിൾ മുറിക്കുകയും മുകളിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കപ്പലിന് മുകളിൽ വെച്ച് വിദഗ്ധർ മൈക്രോസ്കോപ്പുകൾ ഉപയോഗിച്ച് ഈ ഗ്ലാസ് നാരുകൾ തമ്മിൽ യോജിപ്പിക്കുന്നു. ഈ ഒരു പ്രക്രിയ ഇത്രയും കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കേബിളുകൾ വെറും വയറുകളല്ല, അവയൊരു അധികാരമാണ്. അതിനൊരു ഉദാഹരണമാണ് ചൈനയും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം ഇന്ന് കടലിനടിയിലേക്ക് പടർന്നിരിക്കുകയാണ്. ആരുടെ കേബിൾ ലോകം ഉപയോഗിക്കണം എന്നതിനെ ചൊല്ലിയാണ് ഈ തർക്കം തുടരുന്നത്. ആരുടെ പക്കലാണ് ലോകത്തിൻ്റെ വിവരങ്ങളുള്ളത്? ഈ ചോദ്യങ്ങളാണ് ഇന്നത്തെ ആഗോള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത്. ഒരു കാലത്ത് പാശ്ചാത്യ രാജ്യങ്ങൾ മാത്രം അടക്കി വാണിരുന്ന ഈ മേഖലയിലേക്ക് ചൈന കരുത്തോടെ കടന്നു വന്നു. ചൈനീസ് കമ്പനികൾ വിരിക്കുന്ന കേബിളുകൾ വഴി വിവരങ്ങൾ ചോർത്തപ്പെടുമെന്ന് ഭയന്ന് അമേരിക്ക പല പ്രോജക്റ്റുകളും തടഞ്ഞു. ചൈനയെ ഒഴിവാക്കി സിംഗപ്പൂർ വഴി പുതിയ റൂട്ടുകൾ നിർമ്മിക്കാൻ ഗൂഗിളിനും മെറ്റയ്ക്കും അമേരിക്കൻ ഭരണകൂടം നിർദ്ദേശം നൽകി. നിലവിലെ ലോക സാഹചര്യത്തിൽ ഏറ്റവും അപകടകരമായ മേഖല ചെങ്കടലാണ്. യൂറോപ്പിനെയും ഏഷ്യയും ബന്ധിപ്പിക്കുന്ന പ്രധാന കേബിളുകൾ പോകുന്നത് ഇവിടെയാണ്. ഈ അടുത്തിടെ ഹൂതി വിമതരുടെ ആക്രമണങ്ങളെ തുടർന്ന് കപ്പലുകൾ നങ്കൂരം വിട്ടപ്പോൾ 3 പ്രധാന കേബിളുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഇത് ആഗോള ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ 25%യാണ് ബാധിച്ചത്. ഈയൊരവസ്ഥ തുടരുമ്പോഴാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം നോർത്ത് സ്ട്രീം പൈപ്പുകൾ തകർക്കപ്പെടുന്നത്. ആ ഒരു സംഭവം ലോകത്തെ ഞെട്ടിച്ചു. ആ ഒരു ഞെട്ടലിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ സമാനമായ രീതിയിൽ ഇന്റർനെറ്റ് കേബിളുകളും തകർക്കപ്പെട്ടേക്കാം എന്ന് നാറ്റോ സംഘം മുന്നറിയിപ്പ് നൽകി. കടലിനടിയിൽ കേബിളുകൾക്ക് അരികിൽ കൂടി സഞ്ചരിക്കുന്ന റഷ്യൻ സ്പേസ് ഷിപ്പുകൾ ഇന്നും പാശ്ചാത്യ രാജ്യങ്ങളുടെ വലിയ പേടി സ്വപ്നമാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഈ യുദ്ധങ്ങളെ പേടി സ്വപ്നമായി കാണാൻ വേറൊരു കാരണവും കൂടിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ യുദ്ധത്തിനിടയിൽ വിവരങ്ങൾ ചോർത്തപ്പെടാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എങ്ങനെയാണ് യുദ്ധത്തിനിടയിൽ വിവരങ്ങൾ ചോർത്തപ്പെടാം എന്നത്. ചോർത്തപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് സബ്മറൈൻ കേബിൾ വഴിയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, കടലിനടിയിൽ വെച്ച് കേബിളുകളിൽ നിന്ന് വിവരങ്ങൾ ചോർത്താൻ സാധിക്കുമോ എന്ന്. അതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ, സാധിക്കും. കേബിളുകളിൽ നിന്ന് ഇങ്ങനെ വിവരം ചോർത്തുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് ടാപ്പിംഗ്. ഈ ഒരു പ്രക്രിയയിലൂടെ വിവരങ്ങൾ രഹസ്യമായി പകർത്താൻ ചില ചാര സംഘടനകൾക്ക് കഴിയും. ഇത് ഓരോ രാജ്യത്തിൻ്റെയും സുരക്ഷയ്ക്ക് വലിയൊരു വെല്ലുവിളിയാണ്. ആ സമയങ്ങളിൽ ചില രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളുടെ കേബിളുകളെയാണ് ആശ്രയിച്ചത്. ഇങ്ങനെ മറ്റൊരു രാജ്യത്തിൻ്റെ കേബിളുകളെ ആശ്രയിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് കണ്ട പല രാജ്യങ്ങളും ഇന്ന് സ്വന്തമായി കേബിളുകൾ നിർമ്മിക്കാൻ തുടങ്ങി. അതിനു പുറമെ വിവരങ്ങൾ മോഷ്ടിക്കപ്പെടാതിരിക്കാൻ ഓരോ രാജ്യവും അവരുടെ ഡിജിറ്റൽ അതിർത്തികൾ കടലിനടിയിൽ സംരക്ഷിക്കുന്നു. ഇങ്ങനെ ഓരോ രാജ്യത്തിനും പുറമെ സ്വകാര്യ കമ്പനികളും തങ്ങളുടെ ഡിജിറ്റൽ മേഖല സംരക്ഷിക്കാൻ തുടങ്ങി. ഇന്ന് ഗൂഗിൾ, മെറ്റ, ആമസോൺ എന്നിവരാണ് ഈ മേഖലയിലെ രാജാക്കന്മാർ. അവർക്ക് സ്വന്തമായി കേബിളുകൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് യൂട്യൂബും ഫേസ്ബുക്കും തടസ്സമില്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്നത്. ഗൂഗിൾ ഈ അടുത്തിടെ പ്രഖ്യാപിച്ച ഉമോജ കേബിൾ ഇതിന് മികച്ച ഉദാഹരണമാണ്.
ഗൂഗിളിന്റെ ഈ ഒരു ഉമോജ കേബിൾ എന്നത് ആഫ്രിക്കയും ഓസ്ട്രേലിയയും ആദ്യമായിട്ട് ബന്ധിപ്പിച്ച ഒരു കേബിളാണ്. ടെക് കമ്പനികൾ ഇന്ന് രാജ്യങ്ങളെപ്പോലെ തന്നെ ശക്തരാണ്. അവർ സ്വന്തം ഇന്റർനെറ്റ് സാമ്രാജ്യം കടലിനടിയിൽ നിർമ്മിക്കുകയാണ്. നമ്മളിനി സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യ എങ്ങനെയാണ് ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഇന്ത്യയുടെ 99% ഡേറ്റ ട്രാഫിക്കും സബ്മറൈൻ കേബിളുകൾ വഴിയാണ്. മുംബൈ, ചെന്നൈ, കൊച്ചി എന്നീ നഗരങ്ങളാണ് നമ്മുടെ പ്രധാന കവാടങ്ങൾ. ഇതിൽ മുംബൈ ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ കേബിൾ ഹബ്ബായി മാറിക്കഴിഞ്ഞു. ഇന്ത്യയുടെ പുതിയ സമുദ്ര നയം ഈ കേബിളുകളുടെ സുരക്ഷയ്ക്ക് വലിയ മുൻഗണന നൽകുന്നു. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള കേരളത്തിലെ ഒരു സ്ഥലമാണ് കൊച്ചിയും. നമ്മുടെ കൊച്ചി ഒരു പ്രധാന കേബിൾ ലാൻഡിംഗ് പോയിന്റാണ്. അന്താരാഷ്ട്ര തലത്തിൽ വളരെ പ്രാധാന്യമുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, വെസ്റ്റേൺ യൂറോപ്പ് കേബിൾ സിസ്റ്റങ്ങൾ കൊച്ചിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇത് കേരളത്തിന് വലിയ ഡിജിറ്റൽ സാധ്യതകളാണ് നൽകുന്നത്. ഇങ്ങനെ സാങ്കേതികവിദ്യയുടെയും മനുഷ്യന്റെയും ഇടപെടൽ പ്രകൃതിയെ ബാധിക്കാതിരിക്കാൻ കർശന നിയമങ്ങളുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ കേബിളുകൾ പരിസ്ഥിതിക്ക് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കുന്നില്ലെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം കാരണം സമുദ്രജലത്തിന്റെ താപനില വർദ്ധിക്കുന്നത് കേബിളുകളുടെ ആയുസ്സിനെ ബാധിക്കുന്നുണ്ട്. ഈ 2026 എയുടെ വളർച്ച പെട്ടെന്നായിരുന്നു. ChatGPTയും ജെമിനിയും പോലെയുള്ള സർവീസുകൾക്ക് പ്രവർത്തിക്കാൻ ഓരോ നിമിഷവും വൻതോതിൽ ഡേറ്റ കൈമാറ്റം നടക്കേണ്ടതുണ്ട്. ഈ AI മോഡലുകൾ പ്രവർത്തിക്കാൻ പഴയതിനേക്കാൾ 10 മടങ്ങ് വേഗതയുള്ള കേബിളുകൾ ആവശ്യമാണ്. അതിനൊരു പരിഹാരവുമായാണ് ഗ്ലാസിന് പകരം വായു നിറഞ്ഞ ഹോളോ കോർ ഫൈബർ കേബിളുകൾ വരാനിരിക്കുന്നു. ഇത് പ്രകാശത്തിന്റെ വേഗത ഇനിയും വർദ്ധിപ്പിക്കും. അടുത്ത 10 വർഷത്തിനുള്ളിൽ നമ്മൾ 6Gയിലേക്ക് മാറും. 6G സാങ്കേതിക വിദ്യ വരുമ്പോൾ ഇന്റർനെറ്റ് ഇന്നത്തേക്കാൾ 1000 മടങ്ങ് വേഗതയുള്ളതാകും. അത്രയും പ്രാധാന്യമുണ്ട് സബ്മറൈൻ കേബിൾ നമ്മുടെ ജീവിതവുമായി. നമ്മളൊരു ഇൻസ്റ്റാഗ്രാം റീൽ കാണുമ്പോഴോ ഒരു ഇമെയിൽ അയക്കുമ്പോഴോ ഓർക്കുക, ആദ്യത്തെ ചെമ്പ് കമ്പിയിൽ നിന്ന് തുടങ്ങി ആ വിവരങ്ങൾ ആയിരക്കണക്കിന് കിലോമീറ്റർ ആഴങ്ങളിലൂടെ വൻ സ്രാവുകളെയും യുദ്ധങ്ങളെയും അതിജീവിച്ച് നമ്മളുടെ കയ്യിൽ എത്തിയതാണ്. ഇന്റർനെറ്റ് എന്ന ഈ അത്ഭുതം നിലനിൽക്കുന്നത് കടലിനടിയിലെ ഈ ഗ്ലാസ് നാരുകളിലാണ്. അതുപോലെ കടലിനടിയിലെ ഈ യുദ്ധത്തിൽ ഏത് രാജ്യം വിജയിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? അത് താഴെ കമന്റ് ചെയ്യുക. ഈ അത്ഭുതകരമായ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ചരിത്രപരമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ചരിത്രങ്ങൾക്കായി നമ്മോടൊപ്പം തുടരുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.